ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മളിത് ബ്യൂട്ടി ടിപ്പ് ഒന്നും അല്ല കേട്ടോ, എൻ്റെ കുഞ്ഞു വീട്ടിലെ കറക്റ്റ് വിശേഷം, എൻ്റെ കുഞ്ഞു വിശേഷങ്ങളാട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒത്തിരി ഒന്നുമില്ല, ഇച്ചിരി കേട്ടോ, അതൊക്കെയാണ് നമ്മൾ ഇന്ന് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ തമ്പുരുവിൻ്റെ അരങ്ങേറ്റമൊക്കെ ആയിരുന്നു. എൻ്റെ മോള് നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ചു. ആ ഗ്രൂപ്പ് കേട്ടോ നല്ല ഭംഗിയായിട്ട് കുഞ്ഞു മക്കളെല്ലാവരും നന്നായിട്ട് ഡാൻസ് കളിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കി, പക്ഷെ അപ്പോഴവർ ഈ ലൈറ്റൊക്കെ ഓഫാക്കി. പിന്നെ അവരുടേതായിട്ടുള്ള ഈ ലൈറ്റൊക്കെ ഉണ്ടല്ലോ, ഡാൻസിൻ്റെതായി കളർ ലൈറ്റ്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ നമുക്ക് ഇതിനകത്ത് കിട്ടത്തില്ല കേട്ടോ. ഞാൻ ഒത്തിരി നോക്കി, സൂം ചെയ്തൊക്കെ നോക്കി, അങ്ങോട്ട് കറക്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് വീഡിയോയിലായിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോഴതുകൊണ്ട് ഞാൻ അങ്ങനെ, പിന്നെ അതല്ല നമ്മൾ വീഡിയോ എടുത്ത് എൻ്റെ മോടെ ഡാൻസ് എനിക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ ആ വീഡിയോയ്ക്ക് എടുക്കുന്നതിന് അതിനകത്തായിപ്പോയി നമ്മുടെ ശ്രദ്ധ. അപ്പോൾ നമ്മുടെ മോളുടെ ആ അരങ്ങേറ്റം കാണാനായിട്ടല്ലേ ചെന്നിരിക്കുന്നത്, അതുകൊണ്ട്. പക്ഷെ ഇച്ചിരിയൊക്കെ ഞാൻ എടുത്ത് പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇതായിട്ട് തോന്നിയില്ല കേട്ടോ. നമുക്ക് ഇത് ലൈറ്റിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് നന്നായിട്ട് കളിച്ചു. ആള് ഒരുങ്ങിക്കൊണ്ടൊക്കെ ഇരുന്നപ്പോൾ ടെൻഷൻ കൊണ്ടായിരിക്കും കേട്ടോ, ആള് കരച്ചിലൊക്കെ ആയിരുന്നെന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ അവള് നന്നായിട്ട് മിടുക്കിയായിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ കളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാരെ പാത്തു നോക്കുന്നത്? നന്നായിട്ട് എൻ്റെ മോള് കളിച്ചേട്ടാ. ഞങ്ങളുടെ തമ്പുരു എന്ന് പറയുന്ന അതിഥിക്കുട്ടിയുടെ അരങ്ങേറ്റമായിരുന്നു. അപ്പോൾ ഇന്നും ഉണ്ട് പ്രോഗ്രാം. അപ്പോൾ എല്ലാം നല്ല, അവളെക്കാട്ടിലും എനിക്ക് തോന്നുന്നു കുഞ്ഞു മക്കളുണ്ട്, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ട് എല്ലാവരും കളിച്ച ടീച്ചറിൻ്റെയൊക്കെ ആ അവസാനം നന്ദിയൊക്കെ രേഖപ്പെടുത്തുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു. നമുക്കൂടെ സങ്കടം വരും. എന്താ വെച്ചാൽ ഈ കുഞ്ഞു മക്കളെയൊക്കെ ഇത്രയും നന്നായിട്ട് ഡാൻസൊക്കെ കളിപ്പിച്ചൊക്കെ എന്തുമാത്രം അവരൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. നല്ലൊരു സ്കൂൾ തന്നെയാണ് കേട്ടോ. അപ്പോഴും പുതിയ അഡ്മിഷനൊക്കെ തുടങ്ങുന്ന 13-ാം തീയതി മുതലോ ഇങ്ങനെയൊക്കെ അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. നല്ല ഒരു ഇതായിരുന്നു കേട്ടോ, നല്ല പ്രോഗ്രാമായിരുന്നു. അതൊക്കെ ഞങ്ങൾ പോയിട്ട് 12 മണിയായി, രാത്രി 12 മണിയായി നമ്മളിവിടെ വന്നപ്പോൾ കേട്ടോ. ഇന്നും ഉണ്ട് പ്രോഗ്രാം. അയ്യോ കഷ്ടം തന്നെ, സത്യം പറയുമ്പോൾ സങ്കടം വരും. എത്ര നേരം കൊണ്ട് ഈ കൊച്ചുങ്ങൾ ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾ പിന്നെ ഇത്തിരിയല്ലേ കാണുന്നുള്ളൂ. പക്ഷെ ഇവർ തുടർച്ചയായിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഗ്രൂപ്പായിട്ടാട്ടോ, ഓരോരുത്തരല്ല ഗ്രൂപ്പായിട്ടായിരുന്നു കളിച്ചത്. നന്നായിട്ട് അവൾ കളിച്ചത് എൻ്റെ മോള് കേട്ടോ. കഷ്ടം തന്നെ. അതൊക്കെ കാണാൻ പോയി. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമില്ലേ, നമ്മുടെ മക്കളുടെ ഓരോ പ്രകടനങ്ങൾ നല്ലതാകുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ നന്നായിട്ട് കാഴ്ചകൾ, വലിയൊരു ഡാൻസർ ആവട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ. ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന കേട്ടോ, നല്ലൊരു വലിയ ഡാൻസറൊക്കെ ആവട്ടെ. നമ്മുടെ ശോഭന ചേച്ചിയുടെയൊക്കെ കൂട്ടല്ലേ, എല്ലാവരും ഉണ്ട്. ഇപ്പോൾ 2 പേരുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നല്ല ഡാൻസറായിട്ടൊക്കെ. അവർ നല്ല പേര് കേൾക്കട്ടെ നമ്മുടെ മക്കളൊക്കെ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കുഞ്ഞു വീഡിയോ നമുക്കൊന്ന് കാണാൻ പോകാം. എൻ്റെ കുഞ്ഞു വിശേഷങ്ങളാട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പോവുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഏൽപ്പിച്ചേക്കുവാ, നമ്മുടെ കറണ്ട് ബില്ല് വന്നു കേട്ടോ. നമ്മുടെ കൃഷ്ണനെ ഏൽപ്പിച്ചേക്കുവാ എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കി തരാൻ. ഇത് നോക്കാം. ഇത് കണ്ട് ഞാൻ സത്യം പറഞ്ഞ ഇവിടെ ബോധം കെട്ടിട്ട് അറിയാൻ വീണു. എനിക്കറിയത്തില്ല, ഇതേപോലൊരു ബില്ല് വരുമ്പോഴത്തേന് ഒന്നൊന്നര ബോധം കെട്ടിയില്ല ഞാനിവിടെ കേട്ടോ. നമ്മുടെ അണ്ണൻ്റെ കയ്യിലോട്ട് ഞാനിത് അങ്ങോട്ട് ഏൽപ്പിച്ചില്ല. എൻ്റെ പൊന്നെ, മാമനൊരു വലിയ ലിസ്റ്റ് കൊണ്ട് തന്നേക്കോ. എൻ്റെ പിള്ളേർ ഇതിനകത്ത് വായിച്ചാൽ നിങ്ങളും കൂടെ ബോധം കിട്ടും. എൻ്റെ മോള് ഇവിടെ ഇരിപ്പോണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ബോധം കെട്ടാൽ ഞാൻ താങ്ങി പിടിച്ചോളാമെന്ന് പറഞ്ഞ് ഇവിടെ ഇരിപ്പോണ്ട് കേട്ടോ. ഇത് നമ്മുടെ അണ്ണനെ ഏൽപ്പിച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു
നമ്മുടെ ഈ ഒരു വലിയ ബില്ല്. അപ്പോഴിങ്ങനെ മെസ്സേജ് വരുമ്പോൾ ചോദിക്കേടി കറണ്ട് ബില്ല് വന്നിട്ട് എന്ത് ചെയ്യും, നീ കാണിക്കാഞ്ഞ എന്താണ്? ഞാൻ പറയും ദേ ഞാൻ അവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം ഇവിടെ വന്ന് നോക്കുന്നത് കേട്ടോ. ഞാനെല്ലാം ബില്ലുകളൊക്കെ പുള്ളിക്കാരനെ അങ്ങ് ഏൽപ്പിച്ചേക്കോട്ടോ. കാണുന്നില്ല നമ്മുടെ കൃഷ്ണനെ. അപ്പോഴും നമ്മുടെ കൃഷ്ണനെയാണ് ഞാൻ ഇതെല്ലാം ഏൽപ്പിക്കുന്നത്. ആരിതേപോലെ എന്ത് ബില്ല് കൊണ്ടുവന്നാലും പുള്ളി ഞാൻ അതങ്ങ് ആദ്യം ഏൽപ്പിക്കും. കറണ്ട് ബില്ലിൻ്റെ കാര്യം വരുമ്പോൾ എനിക്ക് തന്നെയാണ് വഴക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമ്മളാണല്ലോ ഇവിടെ കറണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത്. എന്തൊക്കെയാ മിക്സി, ഞാൻ എടുക്കുന്ന സംഭവങ്ങൾ മിക്സിയെ, നമ്മുടെ അമ്മിണിയെ എടുക്കും. പിന്നെന്തോ മോളെ, പിന്നെ ചൂടുവെള്ളം, ഹീറ്റർ, പിന്നെ അല്ലാതെന്താ ഫാനൊന്നും എനിക്ക് അത്ര ഇതൊന്നുമില്ല. ഒരു ലൈറ്റ് എവിടെയെങ്കിലും വെറുതെ കിടക്കുവാന്നില്ല ഞാൻ ഓടിപ്പോയി അണയ്ക്കും. പക്ഷെ ഞാൻ മിക്സിയൊക്കെ എടുക്കുന്നതുകൊണ്ട് കൂടുതൽ കുറച്ചൊക്കെ എടുക്കത്തുള്ളൂ കേട്ടോ. മിക്സി എന്തായാലും അരി ആട്ടാനും അതൊക്കെ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഈ പിള്ളേർ ഓരോ മുറി കയറി ഫാനും ലൈറ്റും ഇട്ടിട്ട് അവരിഞ്ഞ് ഇറങ്ങിപ്പോരും. പിന്നെ ഞാൻ അണയ്ക്കും കേട്ടോ. ഞാൻ കാണുമ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ഞാൻ ലൈറ്റ് ഇട്ടേക്കത്തേ ഇല്ല. ഞാൻ എപ്പം കണ്ടാലും ഞാൻ അണയ്ക്കും. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ അതോ ഞാൻ മാത്രമേ ഉള്ളൂ പിശിക്കത്തി? കറണ്ട് ചാർജ് കൂടുന്നോണ്ടാ എനിക്കല്ലേ കിട്ടുന്നത് നമ്മുടെ അണ്ണൻ്റെ കയ്യിൽ നിന്ന്. ഇനി എങ്ങനെ ഏൽപ്പിക്കുമെന്ന് എന്തെങ്കിലുമൊക്കെ സൂത്രപ്പണികളോ എന്തെങ്കിലുമൊക്കെ ഇത് പറഞ്ഞ് ഞാൻ പറയുമോ ഇപ്രാവശ്യം നമുക്ക് കൂടുതലായി പോയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചാക്കിട്ടിട്ട് ഇതങ്ങ് കൊണ്ട് കൊടുക്കും കേട്ടോ. നിങ്ങൾക്ക് തന്നെ അത്ഭുതം വരുന്നില്ലയോ? ഇത് നല്ലൊരു 1.5 ബില്ല് നമുക്ക് വരുന്നത്. നമ്മുടെ പുതിയ വീടിൻ്റെയും പഴയ വീടിൻ്റെയും കൂടെ 2 ബില്ലും കൂടെ മാമൻ ഇനി തന്ന് ഏൽപ്പിക്കും കേട്ടോ. ഞാൻ പറയുന്നില്ല എത്ര തുകയെന്നൊക്കെ നല്ലൊരു വമ്പിച്ചൊരു വലിയൊരു തുകയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എവിടെ ഇരിക്കട്ടെ, നമ്മുടെ കൃഷ്ണനെ ഇത് ഏൽപ്പിച്ചേക്കോട്ടെ. നമ്മുടെ പരിപാടികൾ എന്താണ് അവിടെ ഇരിക്കട്ടെ. നമ്മുടെ അണ്ണനെ എടുത്തോളം കേട്ടോ. ഇനി പരിപാടി കിടക്കുന്നേ ഉള്ളൂ. രാവിലെ തുടങ്ങിയതല്ലേ ഉള്ളൂ. രാവിലെ എന്തോ കാപ്പി ദോശയും കടലയും അത് നമുക്ക് കഴിക്കാം. നിങ്ങൾ വരുന്നോ കഴിക്കാൻ എൻ്റെ കൂടെ? വാ, ഒരു ദോശ. നിങ്ങൾ പിന്നെ കൂടുതലൊന്നും ഞാൻ കഴിച്ചെന്ന് പറയരുത്. ഒരു ദോശ ഞാൻ എടുക്കത്തുള്ളൂ. ഞാൻ കാണിക്കാം നിങ്ങളെ. അപ്പോഴിതാണ്ട് നമ്മൾ കാപ്പി കുടിക്കാൻ പോവാം. സുപ്പൂൻ്റെ കാപ്പി കുടിയാണ്. ഒരു ദോശ എടുത്തുള്ളൂ കേട്ടോ. ദോശ കുഞ്ഞു ദോശയല്ല, അതുകൊണ്ട് ഒരെണ്ണം മതി. ഇന്ന് അപ്പോഴും നമ്മൾ കടലക്കറിയാണ് വെച്ചത് കേട്ടോ. നമ്മുടെ അണ്ണനെ കടലക്കറിക്ക് തേങ്ങ ഇങ്ങനെ ചെറുതായിട്ട് കണ്ടിച്ചിടണം കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനൊക്കെ കറി വയ്ക്കുമ്പോൾ ഞാൻ പിന്നെ ഉണ്ടല്ലോ ചില ദിവസം നമുക്ക് മടി വരത്തില്ലേ. അപ്പോൾ മോന് പോകുന്ന സമയം 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കടലക്കറിയൊക്കെ വേവിക്കാൻ അപ്പോഴും ഞാൻ ഈ തേങ്ങയൊന്നും അരിഞ്ഞിടത്തില്ല കേട്ടോ. പെട്ടെന്നല്ലാതുള്ള കറി വയ്ക്കും. അതിനങ്ങ് വഴക്കാം. ഇന്ന് പിന്നെ ഇച്ചിരി താമസിച്ച് മോന് പോയാൽ മതിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ തേങ്ങാക്കൊത്ത് ഒക്കെ ഇട്ടാണ് ഇന്ന് കടലക്കറിയൊക്കെ വെച്ച് കൊടുത്തേക്കുന്നത്. ഇന്നത്തെ കടലക്കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ സാമ്പാർ പൊടി ഇട്ടാണ് ഇന്ന് നമ്മൾ കടലക്കറി വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനൊരു മഠത്തിലെ ഒരു വീഡിയോ ഒക്കെ കണ്ടു. മഠത്തിലെ ബ്രാഹ്മിൺസിൻ്റെ പാചകം. അപ്പോഴതിനകത്ത് നമ്മുടെ ഈ മസാലയല്ലാതെ അപ്പോഴവർ ഈ നമ്മുടെ സാമ്പാർ പൊടി ഇട്ടുള്ള കടലക്കറിയുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം ഒന്ന് വെച്ച് നോക്കിയാണ് ഇന്ന്. പക്ഷേ സംഗതി പൊളിച്ച് കേട്ടോ, നല്ലതാണ്, നല്ല ടേസ്റ്റുണ്ട്. ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല കേട്ടോ. അങ്ങനെ ഇന്ന് വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കണം കേട്ടോ. സാമ്പാർ പൊടി ഇട്ട് നമ്മൾ കടലക്കറി വെച്ച് നോക്കണം. എന്നും നമ്മൾ മസാല ഇട്ടാൽ നിങ്ങൾക്ക് തന്നില്ലല്ലോ. ദേ ഒരു തേങ്ങയുടെ കൊത്തും ഒരു 3-4 കടലയും ദേ എന്താ പിടിച്ചു. വാ തരണേ. ഇനി നിങ്ങൾക്ക് തന്നില്ലെന്ന് നിങ്ങൾ പരാതി പറയണ്ട കേട്ടോ. അപ്പോഴേ പിച്ചിപ്പൂ പറിച്ചില്ല, അത് പറിച്ച് കെട്ടണം. അടുക്കള ഇഷ്ടം പോലെ പണിയുണ്ട്. ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ പണിയുണ്ട്. വെക്കുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. നമുക്ക് കഴിക്കുന്ന കാണിക്കാം. ഇന്ന് ഫുള്ള് നമ്മൾ തീറ്റി മത്സരം ഇവിടെ നടത്തുന്നത്, അത് കാണിക്കാം കേട്ടോ. രാവിലെ തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഒരു ദോശയൊക്കെ കഴിക്കട്ടെ. ഞാൻ എല്ലാവരും കഴിച്ചെന്ന് വിശ്വസിക്കും. നമുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഈ ദോശ തിന്ന് തീർക്കണം. ഞാൻ എന്തായാലും 1 മണിക്കൂർ എടുക്കും. ഞാൻ പതുക്കെ തിന്നത്തുള്ളൂ കേട്ടോ. പിന്നെ വേറൊരു സംഭവം നട്ടത് കാണിക്കാം കേട്ടോ.
എന്ന് ഞാൻ ഷോർട്ടൊക്കെ ഇട്ട് കാണിക്കത്തല്ലേ ഉള്ളൂ, പിന്നെ പിച്ചിപ്പൂ പറിക്കുന്നതൊക്കെ. ഇന്ന് ഞാൻ അല്ലാതെ ലൈവായിട്ട് നമുക്ക് പിച്ചിപ്പൂ പറിക്കും. പക്ഷെ ഇവിടെ വെയിലായി തുടങ്ങിയിട്ട്, രാവിലെ വെയിലൊക്കെ ആയി തുടങ്ങി. നമ്മുടെ പിച്ചിപ്പൂവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇരുന്ന് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. രാവിലെ ചെറുതായിട്ട് മഴ ചാർന്നു കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടാ പറിച്ചു കഴിക്കും. ചില ദിവസം മക്കൾ എനിക്ക് പറിച്ചു തരും കേട്ടോ, മക്കൾ എനിക്ക് പറിച്ചു തരും. വട്ടം കാണുമ്പോൾ പറിക്കാം. ഞാൻ പറിക്കട്ടെ കേട്ടോ, ഞാൻ പറിച്ച് ഫുള്ള് ഞാൻ കാണിക്കാം. എന്തൊരു മണമാണെന്നറിയാമോ, എന്തോ ഒരു മണം. രാവിലെ നമ്മുടെ മുറ്റമൊക്കെ ഇറങ്ങി കണ്ട നല്ല ഭംഗിയായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാത്രി ചിലപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പം ആ ചെടിക്കകത്തും പൂവിനകത്തും ഒക്കെ വെള്ളമൊക്കെ ഇരിക്കും, നല്ല രസം. അത് കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കാണാൻ. ആ രാവിലത്തെ നമ്മുടെ ഇച്ചിരി ആയി കഴിയുമ്പം ഒരു 10 മണിയൊക്കെ ആകുമ്പം ഒരു രസം കാണത്തില്ല. അപ്പോഴാ രാവിലെ നമ്മൾ ഉണർന്ന് വരുമ്പോൾ രാവിലെ എന്ന് വെച്ചാൽ 8 മണി ഉണർന്ന് വരുമ്പോഴേ ഞാൻ ഇവിടെ ഫുള്ളൊന്ന് കറങ്ങും രാവിലെ കേട്ടോ. ഇതേ ചിത്രശലഭമൊക്കെ എൻ്റെ അടുത്ത് വട്ടം കറങ്ങുന്നതേ നമ്മുടെ തെറ്റിയുടെ അടുത്ത്. അവൾ അങ്ങ് പോയോ, ഞാൻ ഇരിക്കുന്നിടത്ത് പോയി കേട്ടോ. നമ്മുടെ ചോറും കറികളും എല്ലാം ഈ ചോറ് നമ്മുടെ സരസു ആണല്ലോ എന്നും വെക്കുന്നത്. സരസുവിന് ഭയങ്കര ഇഷ്ടമാണ് ചോറ് വയ്ക്കുന്നത്. ഞാനും അങ്ങ് വിട്ടുകൊടുത്തേക്കുക, സരസുവിന് വിട്ടുകൊടുത്തേക്കുക കേട്ടോ ചോറ് വയ്ക്കുന്നത്. അപ്പോഴെല്ലാം മീൻതോരനായി. അതിപ്പം പറയണ്ടല്ലോ, ഞാൻ കഴിക്കുമ്പോൾ കാണിച്ച പോലെ എല്ലാം ആയി കേട്ടോ. അപ്പോഴും ഞാൻ വെളിച്ചെണ്ണ പൊട്ടിച്ച് ഒഴിച്ചില്ല, ഇനി ഒഴിക്കണം. ബാക്കി നമ്മൾ പപ്പടം കാച്ചാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു 2-3 പപ്പടം കാച്ചി വയ്ക്കാം കേട്ടോ. പപ്പടം കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പപ്പടാപ്പൊന്നും പറഞ്ഞാൽ പപ്പടം ഞാൻ ഇതെടുത്തങ്ങ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കും. നിങ്ങളൊക്കെ അരിയുടെ പാത്രത്തിലാണോ ഇട്ട് വയ്ക്കുന്നത് ഈ പപ്പടമൊക്കെ? അപ്പോഴത്തേനുണ്ടല്ലോ നമ്മുടെ പപ്പടം ഇങ്ങനെ ചില സമയത്ത് വടി പോലെ ആയിരിക്കും. നിങ്ങൾക്കൊക്കെ അങ്ങനെ പറ്റാറുണ്ട്, എനിക്ക് അങ്ങനെ പറ്റും കേട്ടോ. അപ്പോഴും ഞാനൊരു കാര്യം ചെയ്യും, ആ ഹൈവേനെ അങ്ങോട്ട് പടപടാതെ 2 അങ്ങ് പൊട്ടിക്കും. പിന്നെ അല്ല നമ്മുടെ അടുത്ത കളി പപ്പടത്തിൻ്റെ അല്ലേ, അങ്ങനെ അങ്ങ് 2 ആക്കും കേട്ടോ. എന്നിട്ട് നമ്മളങ്ങ് പൊരിച്ചെടുക്കും. ഇങ്ങനെ പൊരിച്ചെടുക്കും. പണ്ടൊക്കെ നല്ല രസമായിരുന്നു. ഇപ്പോഴെപ്പോഴുണ്ടല്ലോ നമ്മുടെ അമ്മയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പപ്പടം കാച്ചിട്ട് ആ ചട്ടിയുടെ ഇതേപോലെ ചീനച്ചട്ടിയൊക്കെ അല്ലേ, ആ ഒരു സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റിയൊക്കെ. ഇപ്പോഴൊക്കെ ഞാൻ പെട്ടെന്ന് അങ്ങ് എടുക്കും. പക്ഷെ നമ്മുടെ അമ്മമാരെ ഇങ്ങനെ അങ്ങോട്ട് ആ എണ്ണ ഇതിനകത്ത് വീഴാൻ വേണ്ടി, ഊറിപ്പോകാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് നീക്കിയേക്കും. അതൊക്കെ ഒരു രസമായിരുന്നു ആ പണ്ടത്തെ കാലമൊക്കെ. പിന്നെ ഇപ്പോഴല്ലേ ഈ മുളകും മല്ലിയൊക്കെ നമുക്ക് മുളകും മല്ലിയൊക്കെ നമ്മളിങ്ങനെ പൊടിച്ച് വെച്ചേക്കുന്നത്. പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ അന്നത്തെ ആ സമയത്തൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അന്തിച്ചന്തിയായിരുന്നു, വൈകിട്ടായിരുന്നു നമുക്ക് മീൻ കിട്ടുന്നത്. എന്താ ചിരിച്ചേ? നീ ചിരിക്കൊന്നും വേണ്ട, പഴയ കാലമൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ചിരിക്കുന്നു. ആ സമയത്തുണ്ടല്ലോ ഞങ്ങൾ മുളകും മല്ലിയൊക്കെ അപ്പോഴപ്പോഴും നമ്മൾ വറുത്ത് അത് കല്ലിലായിരുന്നു അരയ്ക്കുന്നത് കേട്ടോ. ഇപ്പോഴല്ലേ മിക്സിയൊക്കെ വന്നു. അന്നത്തെ ആ സമയം മിക്സിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതിന് എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇപ്പോഴും അതൊക്കെ വിചാരിക്കും. പക്ഷെ ഇപ്പം എന്തോ കറി വെച്ചാലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, പിള്ളേരെ ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. നമുക്ക് ഒരു ടേസ്റ്റും തോന്നത്തില്ല. നമ്മൾ വിചാരിക്കും, നമ്മൾ 2-3 പെണ്ണുങ്ങൾ കൂടുമ്പോൾ നമ്മൾ പറയുമ്പോൾ എടി അത് വെച്ചാൽ ഒരു രസവും ഇല്ല. എന്താണ് കാര്യം, എല്ലാം മിക്സിക്കകത്തുള്ള പണികളല്ലേ. അപ്പോഴാ അമ്മിമേലൊക്കെ ഒന്ന് അരകല്ലിനകത്തൊക്കെ നമ്മളൊന്ന് അരച്ച് അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ പിടിച്ച ഈ പിള്ളേരൊക്കെ പറയും പിന്നെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് കേട്ടോ. അതൊക്കെ ഒരു കാലമായിരുന്നു. അപ്പോഴും നമുക്ക് ചോറൊക്കെ കഴിക്കാം കേട്ടോ. ചോറൊക്കെ ആയി പപ്പടവും കൂടെ കാച്ചാൽ മതിയായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു കാലമായിരുന്നു അല്ലേ? നിങ്ങൾക്കൊക്കെ ആ കാലമായിരുന്നോ ഈ കാലമാണോ നല്ലത് എന്ന് തോന്നുന്നത്? എനിക്ക് ആ കാലമായിരുന്നു ഇഷ്ടം കേട്ടോ. എനിക്ക് ആ കാലമായിരുന്നു ഇഷ്ടം. അവിടെ മൂളുന്നു കേട്ടോ. കള്ളി പപ്പടം കാച്ചാൻ പറഞ്ഞപ്പോൾ എനിക്ക് വയ്യെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഓട്ടം ഇറങ്ങി. പിന്നെ ഞാനല്ലേ ഇതിനകത്ത് നീക്കുന്നത്.
മൊത്തം വേണ്ട മുളക് കുറച്ച് മതി, ഞങ്ങൾക്ക് ഉച്ചക്കലത്തേക്ക് മതി നമ്മൾ. ബാക്കി നമുക്ക് കവറിനകത്ത് തന്നെ ഇട്ട് വെച്ചേക്കാം. ഞാൻ ഫുള്ള് എടുത്തില്ല കേട്ടോ, ഫുള്ള് വേണ്ട നമുക്ക്. ഞാൻ അന്നേരം കാച്ചി വെക്കാറാണ് പതിവ്. പിന്നത്തേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചേക്കത്തില്ല, എനിക്കത് ഇഷ്ടമല്ല. അപ്പം നമുക്ക് ചോറൊക്കെ ഉണ്ണാൻ പാം കേട്ടോ. ചാറുന്നോ? തുണി വെളിയിൽ കിടക്കില്ലല്ലോ ഒന്നും. നമ്മുടെ ഊണൊക്കെ റെഡിയായി കേട്ടോ. ഇന്ന് നമുക്ക് ചോറുണ്ട്, വെള്ളരിക്ക ഇട്ട മോരുകറിയുണ്ട്, പപ്പടമുണ്ട്, പയറ് മെഴുക്ക് വരട്ടിയുണ്ട്, നീളമുള്ള പയറ്. പിന്നെ ഇന്ന് നമ്മുടെ അണ്ണനാണെങ്കിൽ ചെറിയ മത്തി വാങ്ങിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ ഞാൻ മാങ്ങ വാങ്ങിച്ചായിരുന്നു വണ്ടിക്കാരൻ്റെ ഇങ്ങനെ. അപ്പോഴതിട്ട് പറ്റിച്ചു. നല്ല ചെറിയ മീൻ, നല്ല രസം കേട്ടോ. അപ്പോൾ കുറച്ചേ എടുത്തുള്ളൂ. പിന്നെ ദേ അയലമീൻ വാങ്ങിച്ചായിരുന്നു, അത് ഞങ്ങൾ വറുത്തു. അതിൻ്റെ കൂടെ ദേ എനിക്ക് ഇച്ചിരി സവാളയൊക്കെ വേണം കേട്ടോ ഇത് കഴിക്കുമ്പോൾ. പിന്നെ നമുക്ക് മാങ്ങാച്ചാർ, ഓണത്തിൻ്റെ മാങ്ങാച്ചാർ എൻ്റെ ഇതുവരെ തീർന്നില്ല. 1 മാസമായി ഓണമായിട്ട് 1 മാസം ആയില്ലല്ലോ. അപ്പോഴിത് പപ്പടമുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ. ഞാൻ പയറിനകത്തും ഇന്ന് മൊത്തത്തിൽ ഇന്ന് ഫുൾ തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ചോറൊക്കെ ഇട്ട് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. ഞാനിവിടെ പാത്തിരുന്ന് കഴിക്കാം. എല്ലാം കൂടെ ഒരു പ്ലേറ്റിനകത്ത്, ഒരു വയറല്ലേ ഉള്ളൂ എനിക്ക്. അപ്പോഴെല്ലാം കൂടെ ഒരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് എടുത്തു വെച്ച് നമ്മളിങ്ങോട്ട് കഴിക്കാം കേട്ടോ. നല്ല പച്ചമാങ്ങയായിരുന്നു, നല്ല പുളിയുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ 1/2 കിലോ വാങ്ങിച്ചുള്ളൂ. ഇപ്പം മാങ്ങയ്ക്ക് നല്ല വിലയാണ്. 1/2 കിലോ വാങ്ങിച്ചുള്ളൂ. 3 മാങ്ങ കിട്ടിയിട്ട് അതിനകത്തുനിന്ന് പകുതി എടുത്താണ് ഇത് തോരൻ വെച്ചത്. നമ്മുടെ അയല ഫ്രൈ. അപ്പോൾ കഴിക്കട്ടെ.